നമ്മളുടെ നീറ്റ് എക്സാമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ റാങ്കൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാകും നീറ്റ് റിപ്പീറ്റ് ചെയ്യണമെന്ന്. കുറേ ആൾക്കാർ അവരുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നീറ്റ് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും. പക്ഷേ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടുണ്ടാകും റാങ്ക് ലിസ്റ്റിലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം എന്നുള്ളത്. പക്ഷേ ഫൈനലി ഇപ്പം നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡിസിഷനിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു റിപ്പീറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മിസ്റ്റേക്സ്, അതായത് നിങ്ങളിപ്പം ജസ്റ്റ് +1 +2 കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ നീറ്റ് എക്സാം ഫസ്റ്റ് ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ, അതായത് നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ, റിപ്പീറ്ററും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി അപ്രോച്ച് നിങ്ങൾ മാറ്റണം. അതായത് നിങ്ങളിപ്പോൾ +1 +2 പഠിച്ച അതേ അപ്രോച്ചോട് കൂടി ആയിരിക്കരുത് നിങ്ങൾ ഇനി റിപ്പീറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അതേ സ്റ്റഡി പ്ലാൻ ആയിരിക്കരുത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം +1 +2കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ സമയത്ത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പം എന്താണ്, നമുക്ക് ആ സമയത്ത് എല്ലാ കോൺസെപ്റ്റും പുതിയതാണ്, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് പുതിയതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി കോൺസെപ്റ്റ് ആയിരിക്കും ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പബ്ലിക് എക്സാം മാനേജ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിയൊക്കെ ഒത്തിരി സമയമുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ പഠന രീതി എന്ന് പറയുന്നത് നിങ്ങളും എന്താ പറയുക, ഓരോ കോൺസെപ്റ്റും വീണ്ടും വീണ്ടും കണ്ട് വീണ്ടും വീണ്ടും മനസ്സിലാക്കി അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കരുത് നിങ്ങൾ പോകേണ്ടത്. ഓഫ് കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കണം, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തന്നെ നിങ്ങൾ പഠിക്കണം. പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളിതൊക്കെ ഒരു തവണ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വളരെ ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഫുൾ ലെങ്ത് ക്ലാസ് ഒന്നും കണ്ടപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ക്ലാസ്സുകളൊന്നും കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ എവിടെയെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റർ തന്നെ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ കാണാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി സമയം ഉണ്ടാവും എന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആദ്യം പഠിച്ചൊരു ഫ്രഷർ എന്നുള്ള നിലയിലായിരിക്കും നിങ്ങൾ ഓരോ ചാപ്റ്ററും കാണേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന വേണം. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ചുകൂടി എന്താണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് നമ്മൾ ഓൾറെഡി ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അത് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനല്ലേ നോക്കാം. അപ്പോൾ ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തതായിട്ട് ഒരിക്കലും നിങ്ങൾ NCERTനെ ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾ +1 +2ൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ NCERT കാര്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, വായിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, NCERT നമുക്ക് വായിക്കാൻ ഒത്തിരി സമയമുണ്ട് ഇപ്പം. കാരണം ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് NCERT വായിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ടഫായിട്ടുള്ള ടാസ്ക് ആയിരിക്കും. കാരണം ഒരു പുതിയ കാര്യമാണ്, പിന്നെ NCERTയുടെ ലാംഗ്വേജ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വൃത്തിക്ക് അറിയാം. ഇനി നിങ്ങൾ NCERT വായിക്കുമ്പം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുമാത്രമല്ല, നിങ്ങളിത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. NCERTയുടെ വെബ്സൈറ്റിൽ കിട്ടും. കാരണം ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ മാറിപ്പോകും. അത് എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് അറിയാത്ത മക്കളാണെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, ആ ലേറ്റസ്റ്റ് NCERTയിൽ മാത്രമേ നിങ്ങൾക്ക് ആ ചേഞ്ചസ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അത് നോക്കി പഠിക്കാം. അതിനുവേണ്ടി പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും PDF. റെഡി. അപ്പം ഇതുവരെ നിങ്ങൾ NCERTയിലെ ചില ഭാഗങ്ങളായിക്കോട്ടെ, അപ്പം നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് ബയോളജിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിച്ച സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ നീറ്റ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻ സൈഡിൽ കുറേ ബോക്സുകളുണ്ട്, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, അതിനകത്തുള്ള വിവരങ്ങൾ, നമ്മളെ ഡയഗ്രാംസിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ്, സമ്മറി, ഇൻട്രൊഡക്ഷൻ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തതാണ്, നമ്മൾ ഈ സമയത്ത് നമ്മൾക്ക് പല സൈഡിൽ നിന്ന്
നമുക്ക് നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചില ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി ആയിരിക്കാം, എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പം എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ആൻസർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിനൊന്നും നിങ്ങൾ ആർക്കും ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീം ഫോളോ ചെയ്തിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അതിനോട് വല്ലാത്തൊരു ക്രേവിങ്സ് ഉണ്ട്. അതുകൊണ്ടാണെങ്കിൽ ബാക്കിയുള്ളവരെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യണത്, ഇത് കിട്ടുമോ ഇത് കിട്ടില്ലയോ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തിനാണ് വെറുതെ ആൻസർ ചെയ്യണേ അല്ലേ. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് മാറി നിൽക്കുക. കാരണം നമ്മൾക്ക് ഈ സമയം വേണ്ടത് നമ്മൾക്ക് കോൺസെൻട്രേഷനോട് കൂടി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം നമ്മളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാറി നിൽക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ മാറി നിന്നെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല, ലിറ്ററലി ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി തന്നെ നിൽക്കണം. ഇഫ് നിങ്ങൾക്ക് അതൊരു അഡിക്ഷൻ ആണ്, നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിലും നമ്മളുടെ ഫോക്കസ് എവിടെയായിരിക്കണം, നമുക്ക് ആവശ്യം നമ്മുടെ ടൈം, നമ്മുടെ എനർജി നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്റ്റഡീസിലാണ്. അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സ്റ്റോറി ഇട്ടോ, നിങ്ങൾ റീൽ ഇട്ടോ, നിങ്ങൾ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്തോ ആരും ചെക്ക് ചെയ്യില്ല. ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഒരു വർഷം നീറ്റ് പഠിച്ചു, എന്തായി റിസൾട്ട്, അതെല്ലാവരും ചെക്ക് ചെയ്യും അല്ലേ. നമ്മളോട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ചെക്ക് ചെയ്യും. ഇഷ്ടമുള്ളവർ ആകാംക്ഷയോട് ചോദിക്കും അല്ലേ റിസൾട്ട് വന്നു എന്നുള്ളത്, ഇഷ്ടമില്ലാത്തവർ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റണം, ദാ എൻ്റെ റിസൾട്ട്. അതിനുവേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് അവിടെ തന്നെ വെച്ചിട്ട് ആപ്പ് ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ ആ അക്കൗണ്ടിലെ പാസ്വേഡും ID ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് യൂട്യൂബൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ചാനൽസൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ സജഷൻസ് വരും. സജഷൻസ് വരാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി ഓഫ് ആക്കി വെക്കുക, അപ്പോൾ സജഷൻസ് വരില്ല. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരുന്ന അങ്ങനത്തെ ചാനൽസിനെ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് വരില്ല, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യം എൻഷുർ ചെയ്യാം. കാരണം മക്കളെ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈവൻ നീറ്റ് എക്സാം 2025 കഴിഞ്ഞപ്പം മുതൽ അടുത്ത നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ സ്ഥലത്ത് നമ്മൾക്ക് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒന്നും വേണ്ട. ഓക്കെ, നമ്മുടെ അക്കാഡമിക്സ് മാത്രം മതി. ഇനി നാലാമത്തെ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. കഴിഞ്ഞ നമ്മളിപ്പോൾ ചിലപ്പോൾ +1 +2 കൂടെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കിട്ടിയവരുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. കാരണം നിങ്ങളൊരു 10 വർഷത്തിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 15-20 വർഷത്തിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ നല്ലതാണ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷെ നമ്മൾ പാറ്റേൺ കൂടെ നോക്കണം. നിങ്ങളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 2025 പേപ്പർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ essay പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ വളരെ അത്യാവശ്യമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ കുറേ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരും, എന്നിട്ട് അതിൽ നിന്ന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അത് ചൂസ് ചെയ്യാൻ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ PYQs, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, ചിലപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് നിങ്ങളുടെ ഈ +1 +2 നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്തായിരിക്കും അല്ലേ. അപ്പം നമുക്ക് അതിനോടുള്ളൊരു ഫെമിലിയാരിറ്റി കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ ഫെമിലിയർ ആണ്, എന്താണ് മോക്ക് ടെസ്റ്റ് എന്ന് നിങ്ങൾക്കറിയാം, അതെങ്ങനെ എടുക്കണം നിങ്ങൾക്കറിയാം. അത് തന്നെ ചാപ്റ്റർ വൈസ് ഉണ്ട്, ടോപ്പിക് വൈസ് ഉണ്ട്, ഫുൾ ലെങ്ത് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു റിപ്പീറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട്, നമ്മൾ വെറുതെ അങ്ങോട്ട് ഇന്നൊരു ദിവസം കൊണ്ട് ഞാനൊരു മോക്ക് ടെസ്റ്റ് എടുക്കും, അങ്ങനെയല്ല. നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ നിങ്ങളെ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ സമ്മതിക്കാത്തൊരു എൻവയോൺമെൻറ്റിൽ, ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പോലും, ഇപ്പോൾ വീട്ടിലിരുന്നാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അമ്മ എനിക്ക് 3 മണിക്കൂർ ടെസ്റ്റാണ്, ഈ സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങനെ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ നോക്കുക.
അത് നിങ്ങളെ ടൈം മാനേജ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. ദെൻ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പഠിക്കും. നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന രീതിയിൽ ബയോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൻ സി ആർ ടിക്ക് പുറത്ത് നിങ്ങൾ പോകണ്ട, NCERT ഫോക്കസ് ചെയ്യാം. ഓക്കെ, അതിലുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റിവിഷൻ ആണ് ചെയ്യേണ്ടത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ തെറോ ആക്കുക. ഓക്കെ, അതിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിലല്ല കാര്യം, നമ്മൾ പഠിച്ചത് എത്രത്തോളം സ്ട്രോങ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് കോൺഫിഡൻസോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നമുക്ക് ഈസി ആയിട്ട് മെമ്മറിയിലേക്ക് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളാണ് എൻഷുർ ചെയ്യേണ്ടത്. ആൻഡ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ പ്ലാൻ ഉണ്ടായിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇപ്പോൾ ഒരു കോച്ചിങ്ങിനൊക്കെ പോയി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും. ഒരു രാവിലെ to വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി നമ്മുടെ അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് അത്യാവശ്യം റിലാക്സേഷനും ഉള്ള സമയം വെച്ചിട്ട്, ആ റിലാക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ റിലാക്സേഷനാണ്, നോട്ട് സോഷ്യൽ മീഡിയ. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് റിലാക്സേഷനോട് കൂടിയിട്ട് തന്നെ, റിലാക്സേഷൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് പൊമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ അങ്ങനെ കുറേ നേരം പഠിക്കുന്ന സമയത്ത് നമുക്കൊരു നല്ല ഹെൽത്തി സ്ലീപ്പ് എടുക്കാം, ഒരു പവർ നാപ്പിനുള്ള സമയം വെക്കാം. പിന്നെ നമുക്ക് വീട്ടുകാരുമായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒന്ന് ബാലൻസ് ആക്കാൻ നമുക്കത് എടുക്കാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഇഫ് യു ആർ എ റിപ്പീറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും തന്നെ മക്കൾ ചെയ്തു നോക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു നീറ്റ് റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.